ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പൂ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിവിടെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നീല പേപ്പർ വെച്ച് പൂവും ഈ പച്ച പേപ്പർ വെച്ച് തണ്ടുമാണ് ഉണ്ടാക്കുന്നത്. പൂ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ പിങ്ക് തീർന്നതാണ് ഞാൻ നീല എടുക്കുന്നത്. അപ്പോൾ ഈ പച്ച പേപ്പർ ആദ്യം മാറ്റി വെക്കാം. ഞാൻ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിനി പൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇനി ഈ പേപ്പർ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഇത്രയും ഭാഗം മതി. അതിൻ്റെ ഈ സെൻറ്ററിലെ ലൈൻ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞതിന് എളുപ്പത്തിന് ഇതൊന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ അരിയുമ്പോൾ രണ്ട് സൈഡും അരിഞ്ഞ് കിട്ടും. നമുക്കിത് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണവും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നൈസായിട്ട് കട്ട് ചെയ്യുക, മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്യുക. എനിക്കിത് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നോക്കാം. നോക്കിയിട്ട് തിരിച്ച് മടക്കാം. കുറച്ച് ഡിഫിക്കൽട്ടാണ്, വൃത്തികേടായി പോവരുത്. നല്ലതായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇത് ചിലപ്പോൾ കയറി കുരുങ്ങും, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇവിടെ നിന്ന് ഗം ചെയ്ത് ഒട്ടിക്കാം. കറക്റ്റ് ലെവലിൽ ഒട്ടിക്കണം. കയ്യിലൊക്കെ ഗമ്മാവും, അതൊന്നും സാരമില്ല, കഴുകി കളയാം. ഇനി അതൊന്ന് ഉണങ്ങട്ടെ. അപ്പം നമുക്കിനി ഇതുപോലെ ഒരു പശ എടുത്തിട്ട് ഇതിൻ്റെ പുറഭാഗം എടുത്തിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആ പശയ്ക്കകത്ത് വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പശയ്ക്കകത്തുനിന്ന് മാറ്റി വിരലിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പശ ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ട് ഉണ്ടാക്കാനായിട്ട് പച്ച പേപ്പർ വേണം. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ രണ്ടായിട്ട് മടക്കേണ്ടി ഇവിടെ വെച്ചൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇത് ഫുള്ളിങ്ങനെ മടക്കണേ. അപ്പോൾ നമ്മൾ ആ പേപ്പർ മൊത്തം ഒന്ന് ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് പശ തേച്ച് കൊടുക്കാം. ഇതിന് ഇതുപോലൊന്ന് കറക്കി നിറച്ച് കൊടുക്കാം. പശ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കൊന്ന് അതിലോട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരെണ്ണമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇനി അതുപോലെ ഒന്ന് പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് ഈ കമ്പയിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനത്തെത്തി. ഇനി ഇവിടെ നിന്ന് പശ തേച്ച് ഇതൊന്ന് ഒട്ടിക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവ് ഇതിൻ്റെ ഈ നടുഭാഗത്തു കൂടി ഇതുവഴി ഇങ്ങനെ കയറ്റാം. ഇതുപോലെ മണ്ടക്കോട്ടൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതിങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, പശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് പെർഫെക്ഷനിലൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം
ഇതുപോലെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്, അതുകൊണ്ട് നല്ല പെർഫെക്ഷൻ ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, പൂവൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ കയറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. എനിക്കിപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.